ദേ ഈ ഒരു സംഭവം ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. കുറച്ചധികം നാൾ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഈസി വെളുത്തുള്ളി ചമ്മന്തിപ്പൊടി. എന്നാൽ പിന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വന്നാലോ. ആദ്യം നമുക്ക് പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഉഴുന്ന് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഉഴുന്നിന്റെ കളർ ഇതുപോലെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ ചൂടാറാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കണം. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് എത്രത്തോളം എരിവ് വേണം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോ ഒരു 20-22 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കി മാറ്റി വെക്കണം. പിന്നെ ഈ ചമ്മന്തിപ്പൊടിയില് നമ്മുടെ മെയിൻ താരം വെളുത്തുള്ളിയാണ്. ഉഴുന്നെടുത്തിട്ടുള്ള കപ്പിന്റെ അതേ അളവിൽ തന്നെ വേണം വെളുത്തുള്ളി എടുക്കാൻ. അതും തോലോട് കൂടി തന്നെ എടുത്താലേ ആ കറക്റ്റ് ടേസ്റ്റും കിട്ടത്തുള്ളൂ. അപ്പൊ വെളുത്തുള്ളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിന്റെ വെള്ളം നനവ് മാറ്റി മിക്സി ജാറിൽ പൾസ് മോഡിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകില്ല. ഇനി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചുവയൊന്നും ഇല്ലാതിരിക്കാൻ ഇതുപോലെ കളർ ചേഞ്ച് ആവുന്നവരെ വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പൊ ഇനി 1 കപ്പ് അളവിൽ തേങ്ങയും കൂടെ വേണം. അപ്പൊ തേങ്ങ മൂപ്പിച്ചെടുക്കുമ്പോഴും നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ വേണം ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തി പൊടിക്കുള്ള സംഭവം ഇവിടെ റെഡി. ഇനി ചൂടാറിയതിനു ശേഷം മിക്സി ജാറിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നിറയെ കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ഫൈനായിട്ട് പൊടിക്കാതെ ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നാൾ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നല്ല ചൂട് ദോശയുടെയും ഇഡലിയുടെയും കൂടെ മാത്രമല്ല ചോറിനൊപ്പം കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു ചമ്മന്തി ശരിക്കും ഒരു തമിഴ്നാടൻ സ്റ്റൈൽ റെസിപ്പിയാണ് കേട്ടോ. നല്ലെണ്ണ ഒഴിച്ച് മിക്സ് ആക്കിയിട്ടാണ് സാധാരണ കഴിക്കാറുള്ളത്. പിന്നെ നമുക്ക് അത് അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് നമ്മുടേതായ രീതിയിൽ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ആക്കി നല്ല ചൂട് ദോശയുടെ ഇഡലിയുടെയും കൂടെ കഴിക്കാവുന്നതാണ്. അപ്പൊ മറക്കാതെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.